കടയ്ക്ക് ചെല്ലുമ്പോൾ മറ്റൊരു സാഹചര്യമാണ് അവിടെ നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പ്രതികൂല കാലാവസ്ഥയും പാലക്കാട്ടെ നെൽ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. തുടർച്ചയായ മഴ ഞാറ്റടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിത്തു സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയും കർഷകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒന്നാം വിളയിലും രണ്ടാം വിളയിലുമായി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ കുടിശ്ശിക നൽകാനുണ്ട്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ ബാങ്കുകൾ അനാസ്ഥ തുടരുകയാണ്. ഈ വർഷത്തെ ഒന്നാം വിള കൃഷിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ വിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുമില്ല. മെയ് ആദ്യവാരത്തിന് ശേഷമെങ്കിലും വേനൽ മഴ ലഭിക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. മഴ തുടരുന്നതോടെ ഞാറ്റടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം വിത്ത് പോലും കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായി. വിത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിഭവനിലൂടെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പ്രാവശ്യം അതും ഇല്ലാത്തൊരവസ്ഥ. കാലാവസ്ഥയാണെങ്കിൽ വളരെയേറെ പ്രതികൂലം. വേനൽ മഴ ഇല്ലാത്തത് കാരണം പൊടിവത വിതയ്ക്കാനോ മറ്റൊന്നും മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ വെള്ളമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഞാറുപാകണമെങ്കിൽ അതിനും പ്രയാസം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്താൽ സർക്കാരാണെങ്കിൽ പണം തരുന്നില്ല. കഴിഞ്ഞ ഒന്നാം വിളന്റെ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ടാം വിള എടുത്തതിൽ പലർക്കും PRS കൈവച്ച് ലോണിന് വേണ്ടി ബാങ്കുകാർ കയറിയിറങ്ങുകയാണ്. അത് കർഷകരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റു നിത്യനിദാന ചെലവുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. 4 മാസമായി കൊയ്തിട്ട് 1 മാസം വീട്ടിൽ നെല്ല് കയറണം. നെല്ലെടുത്തിട്ട് പോയി 3 മാസമായി. PRS കേട്ടിട്ട് 12 ഞാൻ 3 പ്രാവശ്യം ബാങ്കിൽ പോയി. 3 പ്രാവശ്യം പേരെ വന്നിട്ടില്ല. അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞ് യാതൊരു കാര്യമില്ല. അവർ സപ്ലൈ കോളേജിൽ വീട് അയച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ PRSന്റെ 3 ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ലോൺ അയച്ചാൽ തരുള്ളൂ. എല്ലാവരും തരില്ല. ബാങ്കുകളിൽ മാറി മാറി പോയി എപ്പോഴേക്ക് അവിടെ ഏത് കിട്ടാൻ പറ്റില്ല. എനിക്ക് ഇടാനും പറ്റിയില്ല. നെല്ല് വിത്ത് വാങ്ങണ അന്ന് വിത്ത് കിട്ടിയില്ല. ഇപ്പോൾ വിത്ത് വാങ്ങണ 45 റുപ്യ കൊടുക്കും 1 കിലോ വിത്തിന്. അത് എവിടെയും പോയി വാങ്ങിയിട്ട് വരാം. 2 പൂവലായിട്ടാണ് പാലക്കാട്ടെ നെൽകൃഷി രീതി. ആദ്യത്തെ പൂവൽ തന്നെ കൃഷിയിറക്കാനാവാത്ത സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് 18 പാലക്കാട്.